Hello everyone, welcome to Adra's Easy Talks. In the last class, we are discussing about the basic concepts of Rasa, and today we'll be looking at the essay written by S.N. Dasgupta. Okay, so രസയും അതിന്റെ കൺസെപ്റ്റ്സും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നോട്ട്സ് നിങ്ങളുടെ VHSE നോട്ട് മേക്ക് ചെയ്യുന്നതിന്റെ കുറച്ച് തിരക്കിലായി, ഇപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായി പോയത് കൊണ്ടാണ് വീഡിയോ ഡിലേ ആയത്. സോ ഇനി ഡിലേ ആവാതെ തന്നെ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ S.N. ദാസ്ഗുപ്തയുടെ ബയോഗ്രഫിയിലേക്ക് കടക്കാം. അതിനുശേഷം നമുക്ക് essay ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡീൽ ചെയ്യാം. ഓക്കെ, സോ S.N. ദാസ്ഗുപ്ത, അദ്ദേഹത്തിന്റെ ടൈം പീരീഡ് കാണുന്നുണ്ട് 1885 to 1952 and he was born in India and he died in Lucknow. And his full name is Surendranath Dasgupta. That is S.N. Dasgupta. And talking about his education, he received a master's degree in Sanskrit and philosophy from Sanskrit College in Calcutta. And during the early 20s, he traveled to England where he earned a doctorate in philosophy from the University of Cambridge. Talking about his major works, it include a history of Indian philosophy. വളരെ മേജർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വർക്ക് ആണിത്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫിലോസഫി, അതൊരു 5 വോളിയം വർക്ക് ആണ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ് ഡ്യൂറിംഗ് ദ ടൈം പീരീഡ് ഓഫ് 1922 to 55. The next work is Yoga as Philosophy and Religion, which was published in 1924. Then Indian Idealism in 1933. Okay. ദെൻ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസസ് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത് ഫിലോസഫിയിലാണ്, അതുപോലെ PG ചെയ്തത് ഫിലോസഫിയിലാണെന്നൊക്കെ കണ്ടതാണ്. സോ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഇവിടെ നിന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വേദാന്തിക് ലിറ്ററേച്ചർ, ദെൻ ഇന്ത്യൻ ജൈനിസം, ദ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ സ്കൂൾ ഓഫ് ന്യൂ റിയലിസം ആൻഡ് ദ തിയറി ഓഫ് എമർജന്റ് എവല്യൂഷൻ. സോ ബിഫോർ മൂവിങ് ഓൺ ടു ദ എസ്സേ, ലെറ്റ്സ് ഹാവ് എ ബ്രീഫ് ലുക്ക് അറ്റ് റസ. ഓക്കെ, അപ്പൊ രസയെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ തിയറി കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് ഒന്നും തന്നെ മനസ്സിലാവില്ല. ഓക്കെ, സോ രസ റെഫേഴ്സ് ടു ദ എസ്തെറ്റിക് എക്സ്പീരിയൻസ് ക്രാഫ്റ്റഡ് ഇൻ ടു വർക്ക് ബൈ ദ റൈറ്റർ. അപ്പോൾ ഒരു റൈറ്റർ അദ്ദേഹത്തിന്റെ വർക്കിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന എസ്തെറ്റിക് പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആണ് രസ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ടേക്കൺ അപ്പ് ബൈ ഹും? ബൈ ദ സ്പെക്ടേറ്റർ. കാണികളാണ് അതിന്റെ ആ ഒരു രസ, ആ ഒരു എന്താ പറയുക, ആ ഒരു എസ്തെറ്റിക് എക്സ്പീരിയൻസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സ്പെക്ടേറ്ററിനെ തന്നെയാണ് സഹൃദയ എന്നും വിളിക്കുന്നത്. ആൻഡ് ഇമോഷൻ കനോട്ട് ബി കോൾഡ് രസ അൺലെസ് ഇറ്റ് ഈസ് പ്രസന്റഡ് ത്രൂ ദ മീഡിയം ഓഫ് ആർട്ട് ആൻഡ് എസ്തെറ്റിക്കലി എക്സൈറ്റഡ്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാ ഇമോഷൻസിനെ രസം എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഫോർ എക്സാമ്പിൾ, there might have been many incidents in your life which have made you sad. But those are not called rasa, right? That sadness is not rasa. Rasa, it is only an emotion that you feel. But when you feel sad while watching a movie, that is rasa. And that art is making you feel emotion. That is aesthetically created and thus it is rasa. ഇപ്പം ഒരു മരണ വീട്ടിൽ ഒരു കുട്ടിയുടെ അച്ഛൻ മരിച്ചു, ആ കുട്ടി ഇരുന്ന് കരയുന്നു. ആ കരയുന്നത് നമുക്കറിയാം, ഇറ്റ് ഇസ് ആൻ ഇമോഷണൽ ഔട്ട്ഫ്ലോ അല്ലേ? പക്ഷേ ആ ഒരു ഇമോഷനെ നമുക്ക് ഒരിക്കലും രസ എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഒരു മൂവിയിൽ കാണുന്ന ഒന്നിനെ നമുക്ക് രസ എന്ന് പറയാനായിട്ട് സാധിക്കും. ദ ഇമോഷൻ ദാറ്റ് വി ഗെറ്റ് ത്രൂ ദ മൂവി ഓർ ത്രൂ ദ പീസ് ഓഫ് പ്ലേ ഡ്രാമ, ദാറ്റ് ഈസ് രസ. ഓക്കെ, സോ രസ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ റിയൽ ലൈഫ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും രസ ഒരിക്കലും റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നല്ല. ഇറ്റ് ഈസ് ആൻ എസ്തെറ്റിക് എക്സ്പീരിയൻസ്. അപ്പം എല്ലാ ഇമോഷൻസും രസയല്ല, ഇതൊരു എസ്തെറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ റിയൽ ലൈഫ്. ശരിക്കും റിയൽ ലൈഫിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുമില്ല. സോ ഭരത ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഹാവിംഗ് ഒറിജിനേറ്റഡ് ദ തിയറി ഓഫ് രസ. രസ ഒറിജിനേറ്റ് എന്താ പറയുന്നത്, അതിന്റെ ഒറിജിൻ ഭരതയിലാണെങ്കിൽ, പക്ഷെ ഇതൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അഭിനവ ഗുപ്തയാണ്. ഈ രണ്ട് പേരുകളും ഓർത്തിരിക്കാം. സോ അഭിനവ ഗുപ്ത ഡെവലപ്ഡ് ഇറ്റ് ഇൻ ടു എൻ സിസ്റ്റമാറ്റിക് പോയറ്റിക് പ്രിൻസിപ്പിൾ. അപ്പൊ ഇതൊരു സിസ്റ്റമാറ്റിക് പോയറ്റിക് പ്രിൻസിപ്പിൾ ആക്കി എടുത്തത് നമ്മുടെ അഭിനവ ഗുപ്തയാണ്. വേരിയസ് ഡെവലപ്മെന്റ്സ് വെയർ മെയ്ഡ് ഇൻ ദ തിയറി ലേറ്റർ ബൈ അതേഴ്സ്. പിന്നീട് കുറെ ആൾക്കാരും കൂടെ, കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതാണ്, കുറെ എന്താ പറയുക തിയറിറ്റീഷ്യൻസ്, ഫിലോസഫേഴ്സ് വന്നിട്ട് കുറെ രസയിൽ കുറച്ച് എന്താ പറയുന്ന പോയറ്റിക് പ്രിൻസിപ്പിൾസും കൂടെ ആഡ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിനി വർക്കിലേക്ക് കടക്കാം. സോ here you have an introduction to the essay, The Theory of Rasa. And in this essay, he traces the development of Rasa theory across ages. അപ്പം എങ്ങനെയാണ് ഇതിന്റെ ഒരു ഒറിജിൻ, എങ്ങനെയാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഈ ഒരു എസ്സേയിലൂടെ S.N. ദാസ്ഗുപ്ത നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ആൻഡ്
this essay was originally written in Sanskrit. Sanskritലാണ് ഇത് എഴുതിയിരിക്കുന്നത്. Then ഫസ്റ്റ് അദ്ദേഹം ഒരിക്കലും നമുക്ക് വിട്ടുപോകാൻ പറ്റാത്തൊരു പേരാണല്ലേ. So we already come across the name Bharata, the one who is credited with the origin of this theory, and he was a man. He was an Indian seer and scholar in the 2nd century BC. He is a pioneer of the literary theory in Indian literary tradition, like Indian aesthetics. Okay, so അദ്ദേഹത്തിന്റെ ട്രീറ്റേസ് ആണ് എന്ത്, നാട്യശാസ്ത്ര. ആൻഡ് ദിസ് വർക്ക് ബിക്കെയിം ദ സോഴ്സ് ഓഫ് രസ തിയറി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ജസ്റ്റ് എസ്സേയിൽ വരുന്ന കണ്ടന്റ് ആയതുകൊണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം the aim of presenting a play is to evoke rasa. Okay, so he defines the Rasa Sutra as Vibhanubhava, Vyabhigari, Samyogat, Rasa, Nishpadi. Okay, and Rasa is a union of Vibhava, Anubhava and Vyabhigari Bhava. അപ്പോൾ എന്താണ് വിഭവ, എന്താണ് അനുഭവ, എന്താണ് വ്യാഭികാരി ഭാവ, ഇതെല്ലാം നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. സോ വിഭവ ഇസ് ദ കോസ്, അനുഭവ ഇസ് ദ എഫക്റ്റ്. കോസ് നോക്കിക്കേ, the objective condition, human and environmental stimuli that causes an emotion. അപ്പം ഒരു ക്യാരക്ടറോ ഒരു ആക്ടറോ അല്ലെങ്കിൽ അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന സെറ്റിങ്സോ ഒരു ഇമോഷൻ ഇവോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആൻഡ് ദാറ്റ് ഈസ് വിഭവ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്യാരക്ടർ ആവാം, അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആവാം, സെറ്റിങ്സ് ആവാം, എന്തുമാവാം, ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റിമുലൈ, അതാണ് അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ദിസ് വിഭവാസ്, ദിസ് കോസ് ആർ ഓഫ് 2 types. നമ്പർ 1 ആലംബന വിഭവ ആൻഡ് നമ്പർ 2 ഉദ്ദീപന വിഭവ. ഇപ്പം ഒരു പ്ലേ നടക്കാണ്, ഒരു പ്ലേയിൽ ഒരു വയസ്സായ സ്ത്രീ ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഈ നടന്നു വരുന്ന ആ ഒരു സ്ത്രീ, ആ സ്ത്രീയെ നമ്മൾ കാണുന്ന സമയത്ത് എന്താ, ഒരു ഓൾഡ് ലേഡിയാണ്. അപ്പം ദ പേഴ്സൺ കോസസ് ഇമോഷൻ, ആ ഒരു ലേഡിയെ നമുക്ക് ആലംബന വിഭവ എന്ന് പറയാം. അപ്പൊ എന്താണ് ഉദ്ദീപന വിഭവ? ഈ ലേഡി നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് ചെറിയൊരു കുടില് ഒരു കുഞ്ഞൊരു മരം നിപ്പുണ്ട്, അപ്പം പാത്രങ്ങളെല്ലാം പുറത്ത് കിടക്കുന്നുണ്ട്, ഫുഡില്ല, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, സിറ്റുവേഷൻ കോസസ് ഇമോഷൻ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് ഉദ്ദീപന വിഭവയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ വിഭവാസ് ആർ ഓഫ് 2 types, ആലംബന വിഭവ ആൻഡ് ഉദ്ദീപന വിഭവ. ആലംബന വിഭവ അതിലെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ, സെറ്റിംഗ് ആണ് എന്ത്, ഉദ്ദീപന വിഭവ. ഓക്കെ, ദെൻ അനുഭവ. അനുഭവ ഇസ് ദ എഫക്ട്, bodily expression by which the emotion is expressed, responses that appear on the character when they go through an emotion. എന്താ പറഞ്ഞേക്കുന്നത്, അതായത് ജസ്റ്റേഴ്സ് ആണ്, ഇഫക്റ്റ് ആണ്. അതായത് ഈ സെറ്റിംഗ് ആയി, ആൾക്കാരായി, പിന്നീട് എന്താ പറയുന്നത്, ഇവരിൽ കൊണ്ടാക്കുന്ന കുറെ ഇമോഷൻസ്, ബോഡിലി എക്സ്പ്രഷൻസ് ബൈ വിച്ച് ദ ഇമോഷൻ ഈസ് എക്സ്പ്രസ്ഡ്, അവരെന്താണോ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ബോഡിലി ജസ്റ്റേഴ്സ് ആണ് അനുഭവ എന്ന് പറയുന്നത്. ക്രിയേറ്റ് ചെയ്യുന്ന എഫക്റ്റ് ആണ്. And the responses that appear on the character when they go through an emotion. ഇപ്പൊ പോവർട്ടി ആണ്, അപ്പൊ ആ ഒരു പോവർട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ബോഡി ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതെല്ലാം തന്നെ എഫക്റ്റ്, ഇതെല്ലാം തന്നെ അനുഭവയിലാണ് വരുന്നത്. Then we have വ്യാഭികാരി ഭാവ. So diverse transient emotions that appear along with the dominant emotions. അപ്പൊ ഡോമിനന്റ് ആയിട്ടുള്ള, എന്താ പറയുന്നത്, പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇമോഷൻസിനൊപ്പം തന്നെ വന്നും പോയി നിൽക്കുന്ന കുറച്ച് ഡൈവേഴ്സ് അല്ലെങ്കിൽ ട്രാൻസിയന്റ് ആയിട്ടുള്ള ഇമോഷൻസിനെ വ്യാഭികാരി ഭാവ എന്ന് നമുക്ക് പറയാം. ആൻഡ് ദേ ഡു നോട്ട് ലാസ്റ്റ് ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം. ഇത് ഒത്തിരി നാളൊന്നും നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഒത്തിരി നേരമൊന്നും നിൽക്കത്തില്ല, പക്ഷെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ കാണുന്നതാണ്. ഫോർ എക്സാമ്പിൾ, Dasgupta has given an example in his essay about a woman waiting for her lover. Now, when the woman's waiting for the lover, there are lot of diverse transient emotions that flow through her mind. In the example, Dasgupta says that this woman might be going through a lot of emotions. She might be happy that she finally sees him, or she might be frightened that her lover is already meeting someone else, or else she might be wondering why he's late. So a lot of diverse transient emotion is going through her mind, and these are called vyabhigari bhavas, and they do not stay permanently, they do not lose, they cannot be lasted long. Okay, അപ്പൊ കുറെ നേരത്തേക്കൊന്നും ഇത് കാണില്ല, പക്ഷെ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഡോമിനന്റ് ഇമോഷൻസിന്റെ കൂടെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസ് ആണ് വ്യാഭികാരി ഭാവാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൈമറി ഇമോഷൻസ് ഓർ ഡോമിനന്റ് ഇമോഷൻസ്, വ്യാഭികാരി ഭാവാസ് ഈ ഡോമിനന്റ് ഇമോഷൻസിന്റെ കൂടെയാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ഡോമിനന്റ് ഇമോഷൻസ്? ഡോമിനന്റ് ഇമോഷൻസ് ആണ് സ്ഥായി ഭാവാസ് എന്ന് പറയുന്നത്.
Our personality consists of some primary emotions that lie in the subconscious or unconscious tray of mind. അപ്പം നമ്മുടെ ഉള്ളില് കോമൺ ആയിട്ടൊരു ഇമോഷൻ എല്ലാവരുടെയും ഉള്ളിൽ കാണും. ഇപ്പം ചിലരെ കണ്ടിട്ടുണ്ടാവും ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുക, ആ രീതിയിൽ റിയാക്ട് ചെയ്യാം. അപ്പൊ അവരുടെ ഒരു സബ് കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ അത് ഉണ്ട്, ഓൾറെഡി സെറ്റ് ആണ്. അപ്പം അത് അവരിലുള്ള ഒരു ഡോമിനന്റ് ഇമോഷൻ ആണ്. അവർ പേഴ്സണാലിറ്റി കൺസിസ്റ്റ് ഓഫ് സം പ്രൈമറി ഇമോഷൻസ് അല്ലേ. എല്ലാവരിലും ഇങ്ങനെ ഓരോരോ തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. ചില ആൾക്കാരോട് കാര്യം പറയുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും, ലവ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും, എസ്പെഷ്യലി ഈ പറഞ്ഞ അമ്മൂമ്മമാര് അങ്ങനെയൊക്കെ. അപ്പം അവരുടെ എന്താ പറയുക സബ് കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് സ്ട്രാറ്റിലുള്ള ഫീൽ ആണത്, ഇമോഷൻ ആണത്. അപ്പം അതാണ് ഡോമിനന്റ് ആയിട്ട് വരുന്ന ഇമോഷൻസ്. നേരെ മറിച്ച് ഈ ആൾക്കാർ കുറച്ച് നേരത്തേക്ക് ഇപ്പം ആംഗ്രി ആയിട്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എന്തായാലും കോമഡി സീൻ കാണുന്നു, പെട്ടെന്ന് അവർ ചിരിക്കുന്നു, എപ്പോഴും എന്താ പറയുന്നത് ദേഷ്യപ്പെട്ടിരിക്കത്തില്ല. അവരുടെ സ്ഥായി ഭാവ ഡോമിനന്റ് ഇമോഷൻ ഇതാണെങ്കിൽ മറ്റ് ഇമോഷൻസും ഇവരിലേക്ക് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ, വ്യാപികാരി ഭാവസ്. The primary emotions, dominant emotions run through all human natures in a permanent manner. പക്ഷേ ഈ ഡോമിനന്റ് ഇമോഷൻസ് എന്ത് ചെയ്യും, പെർമനന്റ് മാനറിൽ ഇതിങ്ങനെ ഓരോ ആൾക്കാരിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആൻഡ് ദേ ബിക്കംസ് രസ വെൻ ദേ ആർ എസ്തെറ്റിക്കലി എക്സൈറ്റഡ്. ഇത് രസയായി മാറുന്നത് എപ്പോഴാണ്, ഈ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഇമോഷൻസിനെ നമ്മൾ ഓൺ സ്ക്രീൻ കാണുമ്പോൾ, ഒരു പ്ലേയിലൂടെ ഒരു ഫിലിമിലൂടെ വാച്ച് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് രസമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു മോഹൻലാൽ ഫിലിമോ അല്ലെങ്കിൽ എന്താ പറയുന്നത് സുരേഷ് ഗോപി സാറിന്റെ ഫിലിമോ ഒക്കെ കാണുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു ഫൈറ്റ് സീൻ കാണുമ്പോഴത്തേനും നമ്മൾ വളരെ സന്തോഷിക്കും. നേരെ മറിച്ച് അത് കാണുമ്പോഴത്തേനും വളരെ എന്താ പറയുക ത്രിൽഡ് ആയിട്ട് നമ്മൾ സർപ്രൈസ്ഡ് ആയിട്ടിരുന്ന് ആ ഒരു എസ്തെറ്റിക്കൽ എക്സ്പീരിയൻസിനെ നമ്മൾ എൻജോയ് ചെയ്യും. പക്ഷേ ഇൻ റിയൽ ലൈഫ് ഒരാളെ എടുത്തിട്ട് തല്ലി ചതയ്ക്കുന്ന കാണുമ്പോഴത്തേന് ഒരിക്കലും ആ ഒരു ഇമോഷൻ ആയിരിക്കില്ല നമുക്ക് ഉണ്ടാവുന്നത്. സോ രസ is something which we experience from the aesthetic creation which is created by the writer. Okay, when certain sthayi bhavas are excited using appropriate vibhavas, anubhavas and vyabhikari bhavas, the sthayi bhava is transmuted to its corresponding rasa. അപ്പം ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന സമയത്താണ് ഈ വ്യഭികാരി ഭാവാസും എന്താ പറയുന്നത് വിഭവാസും അനുഭവാസും എല്ലാം കമ്പൈൻ ചെയ്ത് സ്ഥായി ഭാവാസും എല്ലാം കമ്പൈൻ ചെയ്ത് വരുന്നിടത്താണ് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, രസ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, then the primary emotions turn to rasa when aesthetically excited. പറഞ്ഞതാണ്. സോ രസയും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാവയും ബോക്സിൽ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. then you can see the image of navarasa. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്ത ടോപ്പിക്കാണ്. then അടുത്ത ആള് ഭട്ടലോലതയുടെ കമന്റ്സ്, അതായത് എന്താ പറയുക ഒരു ഹിസ്റ്ററി ട്രേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ രസയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ കുറച്ച് ഇപ്പം ഭരത, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭട്ടലോലതയുടെ കുറച്ച് കമന്റ്സ് അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ഭട്ടലോലത രസയിലെ തിയറി ഓഫ് രസയ്ക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ആൻഡ് ഹി സെഡ് ദാറ്റ് രസ ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓൾ ദ ത്രീ. ഇദ്ദേഹം പറഞ്ഞ എന്താ, ഇതിന്റെ മൂന്നിന്റെ ഒരു കോമ്പിനേഷൻ ആണ്, വിഭവ അനുഭവ വ്യഭികാരി ഭാവയുടെ ഒരു കോമ്പിനേഷൻ ആണ് രസ. ഇതിന്റെ മൂന്നിന്റെ കോമ്പിനേഷനിൽ കൂടെ മാത്രമേ രസ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് ഭട്ടലോലത പറയുകയുണ്ടായി, അഭിപ്രായപ്പെടുകയുണ്ടായി. പിന്നീട് മമത വന്നു. മമത എന്താ ചെയ്തേ? ഹി സെഡ് ദാറ്റ് ഭാവാസ് എലോൺ കനോട്ട് ലീഡ് ടു ദ റിയലൈസേഷൻ ഓഫ് രസ. നേരത്തെ ഭട്ടലോലത പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഭാവയുടെ കൺസെപ്റ്റ് വന്നത്, മമതയുടെ കൺസെപ്റ്റ് വന്നത്. അദ്ദേഹം പറഞ്ഞ എന്താ, ഭാവ എലോൺ കനോട്ട് ലീഡ് ടു ദ റിയലൈസേഷൻ ഓഫ് രസ. ഭാവയ്ക്കും, അതായത് ഒരു രസ ഭാവാസ കൊണ്ട് മാത്രം ഒരു രസം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ദേ ആർ ഓൺലി വൺ ഓഫ് ദ റീസൺസ്. ഈ ഒരു ഭാവ എന്ന് പറയുന്ന അതില് ഒരു കാരണം മാത്രമാണ് എന്ന് മമത പറയുകയുണ്ടായി. ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഭാവാസ് ആൻഡ് രസ ഇസ് നോട്ട് എ പ്രൊഡ്യൂസർ പ്രോഡക്റ്റ് റിലേഷൻഷിപ്പ്. ഒരു ഭാവയും ഒരു രസയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രൊഡ്യൂസർ പ്രോഡക്റ്റ് റിലേഷൻഷിപ്പ് അല്ല എന്നും മമത പറയുകയുണ്ടായി. The bhavas alone cannot lead to the realization of rasa. There should be an efficient cause or nimitta or karna. അതായത് എന്തെങ്കിലും ഒരു ഭാവ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു എസ്തെറ്റിക് എക്സ്പീരിയൻസ് നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആങ്കർ അല്ലെങ്കിൽ ലവ്, അങ്ങനെ ഒരു ഭാവ. ഓക്കെ, അപ്പം ഇത് വരണമെങ്കിൽ ഒരു നിമിത്ത അല്ലെങ്കിൽ ഒരു കാരണം, എന്തെങ്കിലും ഒരു കാരണം, ഒരു റീസൺ ഉണ്ടാവണമല്ലോ. സോ ഈ ഒരു 1-to-1 കണക്ഷൻ ഒരിക്കലും രസയ്ക്കും ഭാവയ്ക്കും കൊടുക്കാനായിട്ട് സാധിക്കില്ല. പകരം ഇതിനകത്ത് ഒരു ഇഫക്റ്റ് കൂടെ വേണം, അല്ലെങ്കിൽ ഒരു എഫിഷ്യന്റ് കോസ് കൂടെ വേണം, ഒരു നിമിത്ത അല്ലെങ്കിൽ കർണാസും കൂടെ വേണം, കർണ കൂടെ വേണം എന്ന് മമത ഒപ്പീൻ ചെയ്തു. Then we have ശംഖുക.
And Chamguka uses the example of a painting of a horse to discuss the relationship between the real and the unreal. ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he gives an example of a painting horse. അതായത് നമ്മളിപ്പം ഒരു പൊട്രേറ്റ് കാണുകയാണ്, നമ്മളെ സജൂറയുടെ കൺസെപ്റ്റ് ഓർക്കുക. അപ്പൊ പൊട്രേറ്റ് കാണുകയാണ്, പൊട്രേറ്റിൽ കാണുന്ന ആ ഒരു ഹോഴ്സ് ശരിക്കും പിക്ചർ ആണ് അല്ലേ? ദ പെയിന്റിംഗ് ഓഫ് എ ഹോഴ്സ്, ഇറ്റ് ഈസ് എ ഹോഴ്സ് ആൻഡ് നോട്ട് എ ഹോഴ്സ് അറ്റ് ദ സെയിം ടൈം. ആ പെയിന്റിങ്ങിൽ കാണുന്ന ഹോഴ്സ് ശരിക്കും ഒരു ഹോഴ്സ് ആണ്. ഓക്കെ, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികളെ പടം കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാറുണ്ട്. ശരിക്കും അവരെ ഇത് ഒരു കുതിരയാണ് എന്ന് പറഞ്ഞെടുത്ത് അവര് അത് കുതിരയായിട്ട് ഐഡന്റിഫൈ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് എ ഹോഴ്സ്, ശരിയാണ്, അത് കുതിരയല്ല, എന്താണ്, ഒരു കുതിരയുടെ പിക്ചർ മാത്രമാണ്. സോ പെർഫോമൻസ് ഈസ് ലൈക്ക് എ പെയിന്റിംഗ്. ഈ പെർഫോമൻസ് എന്താണ്? ഈ പെർഫോമൻസ് ഒരു പെയിന്റിംഗ് പോലെയാണ്. ഇറ്റ് ഈസ് നെയ്തർ റിയൽ നോർ അൺറിയൽ. സോ ഇതിന് നല്ലൊരു എക്സാമ്പിൾ നമുക്കിപ്പം സ്വാസികയുടെ ഇപ്പൊ ഇറങ്ങിയ ചതുര മൂവിയെ വെച്ചിട്ട് പറയാൻ സാധിക്കും. അതായത് ഈ ഒരു മൂവി വന്ന സമയത്ത് പറഞ്ഞൊരു കമന്റ്, അതായത് ഇതിലെ ആക്ടേഴ്സ് ആക്ട് ചെയ്യാണ്, അത് അവരുടെ ജോലിയാണ്, അവരത് ചെയ്യുന്നു, ആക്ട് ചെയ്യാണ്. അതായത് അതില് നമുക്ക് രസം അല്ലെങ്കിൽ നമുക്കൊരു രസം ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അവർ ഭാവാസ് കൊടുക്കുന്നുണ്ട്. ബട്ട് ദേ ആർ നോട്ട്, എന്താ പറയുന്നത്, ഉള്ളുകൊണ്ട് അത് ഫീൽ ചെയ്തല്ല അവർ ചെയ്യുന്നത്. ഓക്കെ, സോ പെർഫോമൻസ് ഈസ് ലൈക്ക് എ പെയിന്റിംഗ്. അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്? അത് റിയലുമാണ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ആൻ അൺറിയൽ വൺ. സോ ഇവർ തമ്മിലൊരു, എന്താ പറയുന്നത്, ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട് ഒരു വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അത്രത്തോളം വർക്ക് ചെയ്തിട്ടാണ് ഓരോ ടേക്കും അവർ ചെയ്തു പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നെയ്തർ റിയൽ നോർ അൺറിയൽ. അത് സത്യമാണെന്ന് വെച്ചാൽ ആണെന്നും പറയാൻ സാധിക്കും, അല്ലേന്ന് വെച്ചാൽ അല്ലെന്നും പറയാൻ സാധിക്കും. ആസ് ഇൻ ദ കേസ് ഓഫ് എ പെയിന്റിംഗ് ഓഫ് എ ഹോഴ്സ്, ഒരു പിക്ചർ കണ്ടാൽ അതിൽ കാണുന്നത് കുതിരയാണ്, പക്ഷെ അത് കുതിരയാണെന്ന് ചോദിച്ചാൽ അത് കുതിരയല്ല. ഓക്കെ, സോ ദ ബ്ലെൻഡിങ് ഓഫ് ദീസ് ടു വേൾഡ്സ് ക്യാൻ ക്രിയേറ്റ് രസ. ഈ രണ്ട് വേൾഡിന്റെ ഒരു ബ്ലെൻഡിങ്, ഈ ഒരു രണ്ട്, അതായത് റിയാലിറ്റിയും അതുപോലെ തന്നെ നോൺ റിയൽ ആയിട്ടുള്ള ഒരു ഫിക്ഷണൽ വേൾഡിന്റെയും ബ്ലെൻഡിങ്ങിന് കാരണമാക്കുന്ന ഒന്നാണ് രസ എന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി. ഓക്കെ, then Bhattanayaka and his concept of Bhavagatva and Bhojakatva. According to Bhattanayaka, Rasa cannot be created or produced. അദ്ദേഹം പറയുകയുണ്ടായി, എന്താ, രസ ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനോ സാധിക്കുന്ന ഒന്നല്ല. The aesthetic pleasure or rasa is a spiritual experience in the mind. അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒന്നാണ്. The work of art generates rasa in the mind of the viewer, reader or listener. അപ്പം ഈ രസം എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അത് ആ വ്യൂവറിന്റെ, എന്താ പറയുന്നത്, ആ ഒരു ആർട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്പെക്ടേറ്ററിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അത് വായിക്കുന്ന റീഡറിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അത് കേൾക്കുന്ന ലിസണറിന്റെ ഉള്ളിലാണ് ആ ഒരു രസം ജനറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് പോസിബിൾ ബിക്കോസ് ഓഫ് ഭാവകത്വ ആൻഡ് ബോധകത്വ. ഏതിലൂടെ? ഈ ഭാവകത്വയിലൂടെയും ബോധകത്വയിലൂടെയാണ് ഈ ഒരു രസ ജനറേറ്റ് ചെയ്യുന്നത് എന്നൊരു കൺസെപ്റ്റ് ആണ് ഭട്ടനായക പറഞ്ഞത്. ദെൻ വാട്ട് ഈസ് ദിസ് ഭാവകത്വ ആൻഡ് ബോധകത്വ? Bhavagatva is the power which makes the individual characters, the setting and incidents universal. അപ്പം ഇത് സ്പിരിച്വൽ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെയും അതുപോലെ ഒരു സെറ്റിങ്സിനെയും അതുപോലെ ഇൻസിഡൻസിനെയും യൂണിവേഴ്സൽ ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഒരു വർക്കിനെ ആ ഒരു ഓതർ പ്രസന്റ് ചെയ്യുന്നത്, ആ ഒരു, എന്താ പറഞ്ഞ, ആ ഒരു പ്രസന്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭാവകത്വ എന്ന് പറയുന്നത്. ഓക്കെ, then it concerns the writer. ഇത് റൈറ്ററിന്റെ പാർട്ടാണ് ഭാവകത്വ. ഇറ്റ്സ് എ പവർ വിച്ച് മേക്ക് ദ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ്, സെറ്റിംഗ് ആൻഡ് ഇൻസിഡൻസ് യൂണിവേഴ്സൽ. അതായത് ഇത് യൂണിവേഴ്സൽ ആയിട്ട് നടക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഇത് നമ്മളിലേക്ക് എത്തപ്പെടുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിൽ ഒരു രസം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താ, അത് നമുക്ക് മനസ്സിലാവത്തക്ക രീതിയിലായിരിക്കണം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾ അപ് ടു ദ റൈറ്റർ. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ക്രിയേഷൻ. ഹൗ ഹി മേക്സ് ദ ആർട്ട്, ഹൗ ഹി മേക്സ് ദ പ്ലേ, or how he makes the literary work. Okay, so this Bhojakatva is the process of experience a universalized element in drama or poetry leading to rasa. അപ്പം എങ്ങനെയാണ് ഈ ഒരു വർക്കിനെ ഈ സ്പെക്ടേറ്റേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഹൗ ദേ എൻജോയ് ദ ക്രിയേഷൻ ഓഫ് ദിസ് വർക്ക്, എൻജോയ് ദ സ്പിരിച്വൽ ക്രിയേഷൻ ഓഫ് ദിസ് വർക്ക് എന്നുള്ളതാണ് ബോധകത്വ. ഭാവകത്വ റൈറ്റർ ആണ്, അദ്ദേഹത്തിന്റെ എന്താ പറയുന്ന പൊയറ്റിക് അല്ലെങ്കിൽ എന്താ പറയുന്ന ക്രിയേഷൻ വർക്കിനെയാണ് ഭാവകത്വ ഡീൽ ചെയ്യുന്നതെങ്കിൽ ബോധകത്വ സ്പെക്ടേറ്ററിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു എക്സ്പീരിയൻസിനെയാണ്, യൂണിവേഴ്സലൈസ്ഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഇൻ ഡ്രാമ ഇൻക്ലൂഡ് ചെയ്താണ് ഇത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, രസം എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിനുള്ളില് യൂണിവേഴ്സലൈസ്ഡ് ആയിട്ടുള്ള എലമെന്റ്സ് കൊണ്ട്, എന്താ പറഞ്ഞ, ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് സ്പിരിച്വൽ ക്രിയേഷൻ പോസിബിൾ ആക്കുന്നത് എന്ന് ബോധകത്വ ഡീൽ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഓൾ കൺസേൺസ് അബൌട്ട് ദ സ്പെക്ടേറ്റർ. ഇറ്റ് ഈസ് കൺസേൺഡ് അബൌട്ട് ദ സ്പെക്ടേറ്റർ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ദെൻ
Bhattacharya on Rasa. In his work, Kavya Kauduka, okay, Kavya Kauduka അദ്ദേഹത്തിന്റെ ട്രീറ്റേസ് ആണ്. Bhattacharya says that a dramatic presentation is not a mere physical occurrence. അപ്പം ഇതൊരു ഫിസിക്കൽ ഒക്കറൻസ്, നമ്മൾ മുന്നിൽ കാണുന്ന കെട്ടിക്കൂടി ആടുന്ന ആ ഒരു ആട്ടം മാത്രമല്ല. The actor on stage is not an individual but a character created by the writer. അപ്പം ഈ ആക്ടർ എന്ന് പറയുന്ന ആള്, നമ്മുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ആള്, ഹീസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ, പക്ഷെ ഇത് ഒരു റൈറ്റർ ക്രിയേറ്റ് ചെയ്ത കഥാപാത്രമാണ് നമ്മുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ഹൗ ദ ഓഡിയൻസ് എക്സ്പീരിയൻസസ് ദ പെർഫോമൻസ്. ആ ഒരു റൈറ്റർ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറിനെ കണ്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ രസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാകുന്നത് ആരാ? ഈ ഒരു എന്താ പറയുക, ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, ആൻഡ് ദിസ് അലോങ് വിത്ത് സെറ്റിംഗ്, അപ്പം ഇതിന്റെ കൂടെ ഈ ഒരു ആക്ടറിന്റെ കൂടെ സെറ്റിംഗ്സും അതുപോലെ തന്നെ മ്യൂസിക്കും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് അവിടെ എന്ത് സാധ്യമാകുന്നുണ്ട്? ഈ ഒരു പ്ലേയുടെ എൻജോയ്മെന്റും സാധ്യമാകുന്നുണ്ട്. സോ ഹിയർ ദ റിയലൈസേഷൻ ഓഫ് രസ ഒക്കേഴ്സ്. ഓക്കെ, സോ ഇതിൽ നല്ലൊരു എക്സാമ്പിൾ തരാനായിട്ട് സാധിക്കും. The one who plays the part of Rama doesn't appear in his actual character. It doesn't appear to us as not the Rama about whom Valmiki wrote. He seems real. This seems like an actual experience, as if it is an actual occurrence of the character presented. The physical expressions of the actors along with music and scenery may evoke a vision of reality. For example, ഇപ്പം നമ്മൾ ഭക്തി സീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിലെ മെയിൻ ക്യാരക്ടർ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് വരുമ്പം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതായത് ഈ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, തിങ്ങിക്കറിന മാമന്റെ മോനാണ് എന്നല്ല നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പകരം ആ ഒരു ഗോഡ്, ആ ഒരു എന്താ പറയുക ഡൈറ്റി ഏതാണോ ആ ഡൈറ്റിയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അവിടെ ഇൻഡിവിജ്വൽ ഇല്ലാണ്ടാവുന്നു. പകരം എന്താണ് നമ്മുടെ മുന്നിൽ എന്താ പറയുന്നത് രൂപം പ്രാപിച്ച് നിൽക്കുന്നത്? ആ റൈറ്ററിന്റെ ക്രിയേഷൻ ആണ്. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ ആക്ച്വൽ ക്യാരക്ടറിനെ അവിടെ മറന്നു പോകുന്നു, പകരം നമ്മൾ കാണുന്നത് ആരെയാണ്? ഈ ഒരു റൈറ്ററിന്റെ ക്രിയേഷനെയാണ്. സോ ഡ്രാമാറ്റിക് പ്ലേ ഈസ് നോട്ട് ആക്ച്വലി ഹാപ്പനിങ്. When we see the play, we forget the actual identity of the players who are acting different roles. Okay. The memories, past experience and associations of the viewers also play a role in this experience. The past impressions, memories, associations, etc. becomes connected with the present experience. As a result, a new experience is created and this provides new types of pleasure and pains. അതായത് ഇപ്പം നമ്മൾ പണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഫിലിംസിലൂടെ കാണും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറീസ് ഒക്കെ നമ്മൾ ഫിലിമിലൂടെ കാണുന്നു. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഇൻസിഡൻസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, അത് കാണുന്ന സമയത്ത് നമുക്കൊരു കണക്ഷൻ, ഒരു ലിങ്ക് നമ്മുടെ ലൈഫുമായിട്ട് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം വി ആർ ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ. വി ആർ എന്താ പറയുന്നത്, ആസ് എ റിസൾട്ട് എ ന്യൂ എക്സ്പീരിയൻസ് ഇസ് ക്രിയേറ്റഡ് വിത്തിൻ അസ്. പുതിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഉള്ളിൽ അന്നേരം ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത സമയത്തും അതുപോലെ തന്നെ നമ്മളിത് സ്റ്റേജിൽ കാണുന്ന സമയത്തും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് രണ്ടും തമ്മിൽ നമ്മുടെ മൈൻഡിൽ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഡെറൈവ് ചെയ്ത് എടുക്കുന്ന കൺക്ലൂഷൻ ആണ് അതിന്റെ രസ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് രസവദന, ചമത്കാര ഓർ ചാർവണ. ഓക്കെ, അപ്പം ഇതിനെയാണ്, ഈ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസിനെ, ഈ ഒരു ന്യൂ എക്സ്പീരിയൻസിനെ വിളിക്കുന്ന പേരാണ് രസവദന. ഓക്കെ, then we move on to the views of Abhinava Gupta. According to him, he gave importance to two terms in Rasa Sutra. Rasa Sutrയിൽ അദ്ദേഹം രണ്ട് കൺസെപ്റ്റ്സിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. The one is Samyoga, the other is Rasa Nishpat. Samyoga means conjunction or combination. Rasa Nishpat means manifestation of Rasa. And he believed that during a performance, the permanent emotions in the mind, the sthayi bhavas of the individual are excited to produce rasa in the viewer's mind. അപ്പം അദ്ദേഹം എന്താണ് വിശ്വസിച്ചിരുന്നത്? ഒരു പെർഫോമൻസിന്റെ സമയത്ത് ഈ ഒരു പെർമനന്റ് ഇമോഷൻസ്, ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ പെർമനന്റ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഉണർത്തുന്നത് വഴിയാണ് രസ ക്രിയേറ്റ് ചെയ്യുന്നത്. എവിടെ? വ്യൂവറിന്റെ മൈൻഡിൽ. And Rasa is created only in art and real life incidents only evoke emotions and not Rasa. രസ എവിടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? രസ ആർട്ടിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് റിയൽ ലൈഫ് ഇൻസിഡന്റ് only evoke emotions and not Rasa. റിയൽ ലൈഫിൽ ഇൻസിഡൻസ് എന്താ പറഞ്ഞേക്കുന്നത്? ഇമോഷൻസ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ രസ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. Then
Sadharanikarna or universalization. Abhinava Gupta said that while watching a performance, the individual goes beyond the realm of the personal. He or she goes beyond himself or herself. He or she is transported from the personal to the general or universal. സോ അഭിനവ ഗുപ്ത പറഞ്ഞൊരു കൺസെപ്റ്റാണ് ഈ ഒരു യൂണിവേഴ്സലൈസേഷൻ അല്ലെങ്കിൽ സാധാരണീകരണ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പെർഫോമൻസ് വാച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻഡിവിജ്വലിന്റെ മൈൻഡിൽ കൂടെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നത്. സോ ആ ഒരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണോ അത് നമ്മളും എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്നുണ്ട്. Hence, he or she is transported from the personal to the general or universal. അതായത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വേൾഡിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആ ഒരു രസയ്ക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വെൻ ദ വ്യൂവേഴ്സ് എക്സ്പീരിയൻസ് രസ. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് സാധാരണീകരണ. ഓക്കെ. Then, in an aesthetic experience, we get liberated from the obstacles caused by our ego. Emotions are then devoid of all its local characters. So, we enjoy tragedy too. നമുക്ക് റിയൽ ലൈഫിൽ ഒരു ട്രാജഡി വന്നാൽ ഒരിക്കലും നമുക്ക് അവിടെ രസമല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. പകരം എന്താ പറഞ്ഞേക്കുന്നത്, ഈ ഒരു രസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രസയിലൂടെ വി ഗെറ്റ് ലിബറേറ്റഡ് ഫ്രം ദ ഒബ്സ്റ്റക്കിൾസ് കോസ്ഡ് ബൈ, നമ്മുടെ ഈഗോ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട്. റിയൽ ലൈഫിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മൾ ഡ്രാമറ്റോളജി അല്ലെങ്കിൽ പ്ലേസിലൂടെ അല്ലെങ്കിൽ മൂവീസിലൂടെ കാണുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ദ ഇൻഡിവിജ്വൽ is then transported from the personal to the general or universal realm. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് പേഴ്സണൽ ലെവലിൽ നിന്ന് ഒരു ജനറൽ ലെവലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന രസം എന്താണോ അത് അതുപോലെ മറ്റൊരാൾക്കും എക്സ്പീരിയൻസ് ചെയ്യാനും ആസ്വദിക്കാനും സാധിക്കുന്നു. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു തീം, ഒരു കോമൺ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് വ്യൂവേഴ്സ് സ്പെക്ടേറ്റേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു പ്ലേക്ക് സാധിക്കുന്നുണ്ട്. And this is the process of universalization or de-individualization. Okay. അപ്പോൾ ഒരു വ്യക്തി കാണുന്നതിന് പകരം ആ ഒരു കൺസെപ്റ്റിനെ എല്ലാവരും തുല്യ കണ്ണോടുകൂടി കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സാധാരണീകരണ ഇൻ എസ്തെറ്റിക്സ്. ആൻഡ് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് അരിസ്റ്റോട്ടിൽസ് കത്താസിസ്. ഓക്കെ. അപ്പം അരിസ്റ്റോട്ടലിന്റെ കഥാസിസ്, അതായത് ഒരു പ്യൂരിഫിക്കേഷൻ എഫക്റ്റ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ഇത് കാണുന്നത് മൂലം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ്, അതിലൂടെയാണ് നമ്മൾ ട്രാജഡി എൻജോയ് ചെയ്ത് പോകുന്നത്. ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് അരിസ്റ്റോട്ടലും പറയുന്നത്. ആൻഡ് ദിസ് ഈസ് വൈ ഫോർ എക്സ്പീരിയൻസിങ് ആർട്ടിസ്റ്റിക് ജോയ് ദെയർ ആർ കിങ്ഷിപ്പ് എമംഗ് ഓൾ ആർട്ട് എൻജോയേഴ്സ് ഇൻ ഡിഫറെന്റ് ലെവൽ. ഈ ഒരു എക്സ്പീരിയൻസ് കാണുമ്പോഴത്തേന് ഒരു ബ്ലഡ് റിലേഷൻ ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ അടുത്തിരിക്കുന്ന ആൾ മേ ബി പല ഡിഫറെന്റ് രീതിയിലായിരിക്കാം ഒരു വർക്ക് ഓഫ് ആർട്ടിനെ നോക്കി കാണുന്നത്. പക്ഷെ അതിനുള്ളിൽ നിന്ന് കിട്ടുന്ന രസ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടല്ലേ, എൻജോയേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. Then emotomotive complexes. What are these emotomotive complexes? In our subconscious or unconscious, there are always various type of emotomotive complexes formed through our experience in life. Naturally different in different persons according to the nature and diversity of experience. Through artistic creation, universal emotions combine with the emotomotive complexes. For this reason, the same artistic whole through presented in the same manner in different minds, everyone would appreciate it differently because of the emotomotive complexes. അപ്പം നമ്മുടെ സബ്കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കുറച്ച് ഇമോട്ടോമോട്ടീവ് കോംപ്ലക്സസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. സോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്തിനെ കാണുന്ന, ആ ഒരു വർക്ക് ഓഫ് ആർട്ടിനെ കാണുന്നത്. സോ അവിടുന്ന് ഡിറൈവ് ചെയ്ത് എടുക്കുന്ന മീനിങ് നമുക്ക് രസം എല്ലാവരെയും പോലെ രസം നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടുന്ന് ഡിറൈവ് ചെയ്ത് എടുക്കുന്ന മീനിങ് അത് നമ്മുടെ ഉള്ളിലെ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലുള്ള തോട്ടിനനുസരിച്ചിരിക്കും. ഓക്കെ. ദെൻ അലൗകിക. Universalization happens at two levels. The work of art presents before us a situation and a corresponding emotion which are universal in nature. ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മുന്നിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറം തന്നെ നമുക്ക് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമോഷനും ഒരു യൂണിവേഴ്സൽ നേച്ചർ ഉള്ള ഒരു ഇമോഷനും നമ്മുടെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. ഓക്കെ. സിമിലർലി ദി ഇഫക്റ്റ് ഓഫ് ദിസ് റെപ്രസെന്റേഷൻ ഈസ് ഓൾസോ യൂണിവേഴ്സൽ ഇൻ നേച്ചർ. അപ്പൊ ഇതിന്റെ ഒരു എഫക്റ്റും എന്താണ്, യൂണിവേഴ്സൽ ആണ്. By universalization, we mean that they do not refer to a particular individual or a particular incident. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സലൈസേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിനെ വെച്ച് മാത്രം പറയുന്ന ഒന്നല്ല. They represent all the people and their affairs. Okay. Each individual comes to the performance with his own experience, feeling, etc., which also play a role in his own understanding and
എൻജോയ്മെന്റ് ഓഫ് ദ പ്ലേ. അപ്പം ഓരോ ആൾക്കാരും തിയേറ്ററിൽ വന്ന് കാണുമ്പോഴത്തേന് അവർക്ക് അവരുടേതായിട്ടുള്ള വ്യൂ പോയിന്റ് കാണും. ഇപ്പൊ ഒരു പടം ഇറങ്ങി കഴിയുന്ന സമയത്ത്, ഒരു ഫിലിം ഇറങ്ങി കഴിയുന്ന സമയത്ത് പലരും പല കമന്റ്സ് പറയുന്ന കേൾക്കാം. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ അവരുടെ എക്സ്പീരിയൻസും അവരുടെ ഫീലിങ്സും എല്ലാം അതിലൊരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണ്. സോ ഇപ്പം ഈ ചതുര മൂവി ഇറങ്ങിയത്, അപ്പം ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം കുറച്ച് പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽസ്, എന്താ പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട്, ദ എക്സ്പീരിയൻസ്, ദ ഫീലിംഗ്സ് that they have with the project in their mind. Okay, this element of going beyond the particular and the individual to general and universal is known as alaukika. Okay, so അത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു എസ് എൻ ദാസ്ഗുപ്ത വൈൻഡ് അപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എസ് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ് തിയറി ഓഫ് ധ്വനി ആണ്. ഓക്കെ, താങ്ക് യു.